ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ ബാത്റൂം ചെയ്യുന്ന സമയത്ത് മോഡേൺ സിസ്റ്റമായിട്ടുള്ള കൺസീൽഡ് ഫ്ലഷ് നമുക്ക് എങ്ങനെ ഭിത്തിയുടെ ഉള്ളിൽ കൊടുത്തതിന് ശേഷം എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, ജബ്രിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കൺസീൽഡ് ഫ്ലഷാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം എല്ലാ ക്ലോസറ്റുകൾക്കും സൂട്ടാവുന്ന രീതിയിലാണ്. ഇതിൻ്റെ MRP ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം. ഫ്ലഷിന് മാത്രം വരുന്നത് 9120 MRP കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിൽ നിന്നൊരു 10% നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വരുന്ന ഫുൾ ഫിറ്റിങ്സ് ആണ് വരുന്നത്. അതിൻ്റെ ഉള്ളിലെ വാൽവുകൾ, അതുപോലെ തന്നെ അതിൻ്റെ പുഷ് ബട്ടൺ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡാണ്, ഒരു ഹാഫ് ഫ്രെയിമാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഒരിക്കലും 1.5 ഇഞ്ച്, അതായത് ക്ലോസറ്റിലേക്കുള്ള അളവുകൾ ഒരിക്കലും തെറ്റിപ്പോകാത്ത രീതിയിലാണ് അതിൻ്റെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഹാഫ് ഫ്രെയിം ആയതുകൊണ്ട് വരുന്നത് നമുക്ക് ഏകദേശം ഒരു തള്ളു വരുന്നത് ഏകദേശം 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ചാണ് വരുന്നത്. ഈ 4 ഇഞ്ച് നമ്മൾ ഭിത്തി ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് തുറന്നെടുക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 10 ഇഞ്ചോളം ഭിത്തി വരുന്നുണ്ട്. ആ ഭിത്തിയുടെ ഏകദേശം ഒരു പകുതി മാത്രമേ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. പിന്നെ അതിലേക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾട്ടിൻ്റെ സെറ്റാണ് കാണുന്നത്. കണ്ടോ, ഈ 2 സെറ്റും ബോൾട്ട് നമ്മൾ ക്ലോസറ്റിൻ്റെ ബോൾട്ടാണ് വരുന്നത്. ഇത് ക്ലോസറ്റ് 2 രീതിയിൽ വരുന്നുണ്ട്. ബോൾട്ട് കുറച്ച് അടുത്ത് വരുന്ന രീതിയിലുണ്ട്, കുറച്ച് അകലെ വരുന്നത്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഇടാവുന്ന രീതിയിൽ 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലോസറ്റ് ഏതാണെന്ന് തീരുമാനിക്കാനും നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ബോൾട്ട് സെറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് ഭിത്തിയുടെ ഉള്ളിലാക്കി ടൈലൊട്ടിക്കുന്നതിന് മുന്നേ ക്ലിയർ ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ 1.5 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 1.25 ഇഞ്ച് ഇപ്പോൾ ഫ്ലഷിൽ നിന്ന് വരുന്നതും 4 ഇഞ്ച് പൈപ്പും ഒരിക്കലും മാറിപ്പോകാത്ത രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. കാരണം നമ്മൾ ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മാറിപ്പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലഷിലേക്കുള്ള ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. ഫ്ലഷ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് ബാത്റൂമിൽ മൊത്തം നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫ്ലഷ് മാത്രം നമ്മൾ ക്ലോസ് ചെയ്താൽ മാത്രം മതി. ഒരു ക്ലോഷിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വാൽവ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ചെറിയൊരു ആംഗിൾ കോക്ക് ഉണ്ട്. ആ ആംഗിൾ കോക്ക് വഴിയാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ തുറന്ന് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ അതിന് വേണ്ടി പുറത്ത് നമ്മൾ ഓൾറെഡി ഒരു ഫ്ലഷിൻ്റെ അല്ലെങ്കിൽ കൺസീൽഡ് ഫ്ലഷിൻ്റെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കൺസീൽഡ് വാൽവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് ഹെൽത്ത് ഓസെറ്റ് വരുന്നത്. ഹെൽത്ത് ഓസെറ്റ് ഓപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നു. പിന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് CPVC പൈപ്പാണ്, ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പാണ് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഡൈവേർട്ടർ സിസ്റ്റമാണ് ചെയ്യുന്നത്. ഡൈവേർട്ടർ സിസ്റ്റം ആയതുകൊണ്ട് ചിലപ്പോൾ റിട്ടേൺ ചൂടുവെള്ളം നമ്മൾ ഹീറ്ററൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ റിട്ടേൺ കയറി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് CPVC പൈപ്പ് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോസറ്റിൻ്റെ ബോൾട്ട് വരുന്നത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 14 ഇഞ്ചാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് കാര്യങ്ങൾ. അത്രയും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതായത് ആ ബോൾട്ട് സെറ്റ് വരുന്നത്, അതായത് ബോഡിയുമ്പോൾ തന്നെ ഒരു ബോൾട്ട് സെറ്റിൻ്റെ ഹോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നു. ആ ബോൾട്ട് സെറ്റ് വരേണ്ടത് 14 ഇഞ്ച് താഴെ നിന്നും ബോൾട്ട് സെറ്റ് കറക്റ്റ് ചെയ്ത് 14 ഇഞ്ച് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിംഗ് ലെവൽ ഏകദേശം ഒരു 17 ഇഞ്ച് ഫിനിഷിംഗ് ലെവൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. വളരെ സിമ്പിളാണ് ഉറപ്പിക്കാനായിട്ട്. കാരണം ഹാഫ് ഫ്രെയിം ആയതുകൊണ്ട് ഒരിക്കലും അളവുകൾ മിസ്റ്റേക്ക് വരാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം. 4 ഇഞ്ചും 1.5 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.